പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള ഈശോയെ, ഒരിക്കൽ കൂടെ നിൻ്റെ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾക്കൊരവസരം കൂടി നൽകിയതിന് ഒരുപാട് നന്ദി പറയുന്നു ഈശോയെ. ഇന്നത്തെ ഈ ദിനത്തിൻ്റെ അവസാനത്തെ മണിക്കൂറുകളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഈശോയെ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ ഇന്നത്തെ ജീവിതം കൊണ്ട് എന്തെങ്കിലും തരത്തിൽ നിന്നെയോ ഞങ്ങളുടെ സഹോദരങ്ങളെയോ വേദനിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈശോയെ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും ക്ഷമിക്കണമേ. കർത്താവെ, കരുണയായിരിക്കണമേ. നിൻ്റെ അനുഗ്രഹങ്ങളാൽ ശാന്തമായ ഒരു രാത്രി ഞങ്ങൾക്ക് സമ്മാനമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യീശോയെ, നിൻ്റെ കാവൽ മാലാഖമാരെ അയച്ച് നിൻ്റെ വിശുദ്ധരുടെ സഹായത്തോടെ ശാന്തമായി ഉറങ്ങാനും ഒരു നല്ല ദിവസത്തിലേക്ക് നിന്നെ സ്തുതിച്ചുകൊണ്ട് ഉണർന്നെഴുന്നേൽക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ. ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 6 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈശോ വളരെ വ്യക്തമായിട്ട് ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മളോട് പറയുന്നത് വഴിയും സത്യവും ജീവനും ഞാനാണെന്നാണ്. വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നില്ല. അതിനുശേഷം ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ പീലിപ്പോസിനോട് ചോദിക്കുന്നത്, ഇത്രയും നാൾ നീ കൂടെ ഉണ്ടായിരുന്നിട്ടും പീലിപ്പോസ് നീ എന്നെ അറിയുന്നില്ല എന്നാണ്. ഇത് നമ്മളോട് വ്യക്തിപരമായിട്ട് തമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത്രയും നാൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ എന്നെ പൂർണ്ണമായിട്ട് അറിഞ്ഞോ ഇല്ലയോ എന്ന്. ഈശോയെ ഒരു പക്ഷേ നമ്മൾ വചനത്തിലൂടെ അറിഞ്ഞിട്ടുണ്ടാവാം, കൂദാശ സ്വീകരണത്തിലൂടെ നമ്മൾ ഈശോയെ സ്വീകരിച്ചിട്ടുണ്ടാവാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, കൂടെ ആയിരിക്കുന്നവരെ എന്തുമാത്രം അറിയാനായിട്ട് നമ്മൾ പരിശ്രമിച്ചു എന്നാണ് നമ്മളിന്ന് ചിന്തിക്കുക. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാവും. നമ്മുടെ അടുത്തിരിക്കുന്നവരോടൊന്ന് സംസാരിക്കാൻ നമുക്ക് പലപ്പോഴും മടിയാണ്. അടുത്തിരിക്കുന്നവരുടെ വേദന അറിയാൻ, അവരുടെ ദുഃഖങ്ങൾ അറിയാൻ, അവരുടെ ടെൻഷൻ അറിയാൻ, അവരൊന്ന് ആശ്വസിപ്പിക്കാനൊക്കെ പലപ്പോഴും നമ്മൾ മടി കാണിച്ചിട്ടുണ്ട്. പകരമായിട്ട് അകലങ്ങളിലുള്ളവരെ, നമ്മൾ കാണുക പോലും ചെയ്തിട്ടില്ലാത്തവരെ, അവരെ നമ്മൾ കാണുന്നു, നമ്മൾ കേൾക്കുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്നു, അവർക്ക് വേണ്ടി വാദിക്കുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈശോ വളരെ പ്രത്യേകമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, കൂടെ ഉണ്ടായിരുന്നവരെ, കൂടെ ആയിരിക്കുന്നവരെ, എൻ്റെ പ്രിയപ്പെട്ട മകനെ, എൻ്റെ പ്രിയപ്പെട്ട മകളെ നീ എന്തുമാത്രം അറിയുന്നുണ്ട്, എന്തുമാത്രം ശുശ്രൂഷിക്കുന്നുണ്ട് എന്നാണ്. നമുക്കിന്ന് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ വളരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈശോയോട്. ഈശോയെ, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും നാൾ ജീവിച്ചു വന്ന സാഹചര്യങ്ങളിൽ, ഞാൻ കണ്ട് അനുഭവിച്ച് അറിഞ്ഞു വന്ന സാഹചര്യങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് തമ്പുരാൻ. പക്ഷെ നീ പറഞ്ഞല്ലോ ഈശോയെ, വഴിയും സത്യവും ജീവനും ഞാനാണെന്ന്. അതുപോലെ തന്നെ ഈശോ പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്, സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമാണെന്ന്. അതായത് ഈശോയാകുന്ന വഴിയിലേക്ക് കയറുമ്പോൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുക ഇച്ചിരി ഞെരുക്കമുള്ളതാണ്, ഇച്ചിരി ഇടുങ്ങി ജീവിക്കണം, ഇത്തിരി ഒതുങ്ങി ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെയുള്ളവരെ അറിയാൻ, കൂടെയുള്ളവരോട് സംസാരിക്കാൻ, അവരുടെ വേദനകൾ മനസ്സിലാക്കി അവർക്ക് ആശ്വാസം കൊടുക്കാൻ ഈ ദിവസം നമുക്കൊരു കൊച്ചു തീരുമാനം എടുക്കാം. അറ്റ്ലീസ്റ്റ് ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാൻ, ആരെയും കുറ്റപ്പെടുത്താതെ, നോവുകൾ നൽകാതെ, എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒരു സാന്നിധ്യമായി ഈശോയാകുന്ന വഴിയും സത്യവും ജീവനും വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നത് പോലെ നമ്മളുടെ ജീവിതം സുവിശേഷം പോലെ സുന്ദരമാക്കാനായിട്ട് നമുക്കിന്ന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചുകൊണ്ട് ഈശോയുടെ ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമുക്ക് ആത്മാർത്ഥമായി തമ്പുരാനോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ നല്ല ദിവസത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾ ഉറങ്ങുന്നതിന് മുൻപായി ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ.
ഈശോയെ സന്തോഷം മാത്രമല്ല, സങ്കടങ്ങളുണ്ടായിട്ടുണ്ട്, കണ്ണീരുണ്ടായിട്ടുണ്ട്, വേദനകളുണ്ടായിട്ടുണ്ട്. ഈശോയെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പലതും പൊട്ടിപ്പൊളിഞ്ഞു പോയത് ഇന്ന് കണ്ടിട്ടുണ്ട്. എങ്കിലും ഈശോയെ വളരെ വ്യക്തമായിട്ടുള്ളൊരു ബോധ്യമുണ്ട് ജീവിതത്തിൽ. എന്തൊക്കെ സംഭവിച്ചാലും തമ്പുരാനെ കൈവിടാതെ കൈപിടിച്ചുകൊണ്ട് നീ കൂടെയുണ്ട് എന്നുള്ളൊരു സത്യം ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങളതിനെ വിലമതിക്കുന്നു. ഈശോയെ എല്ലാവരെയും നിൻ്റെ ദിവ്യകാരുണ്യ സ്നേഹത്തിൽ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കണമേ. രാത്രിയുടെ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെപ്പോഴും കാത്തുപാലിക്കണമേ. ഈശോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളാലും വാർദ്ധക്യത്താലും ഒറ്റപ്പെട്ടു പോയ എല്ലാ മക്കളെയും നിൻ്റെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അവർക്കൊക്കെ കൂട്ടായിരിക്കണമേ, തണലായിരിക്കണമേ, സാന്ത്വനമായിരിക്കണമേ. ഈശോയെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും മക്കളെയും ജീവിത പങ്കാളിയെയും ഞങ്ങളുടെ സന്യാസ സമർപ്പണ ജീവിതത്തിൽ കൂടെയുള്ളവരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും മേൽ ഈശോയെ ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ വലിയ നിറവായിട്ട് നീ മാറണം. വിശുദ്ധമായ ഒരു രാത്രിയിലൂടെ കടന്നുപോയി പുണ്യത്തിൻ്റെ ഒരു ദിവസത്തിലേക്ക് എഴുന്നേൽക്കുവാൻ ദിവ്യകാരുണ്യീശോയെ നീ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായി മുട്ടിന്മേൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധ. കുരിശടയാളം വരച്ച് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഈ രാത്രിയെയും നമുക്ക് വിശുദ്ധീകരിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.